റിയ ഫിനാൻസ് എന്ന് പറയുന്ന പ്രൈവറ്റ് സ്ഥാപനത്തിൽ അവന് അധികാരം ഇല്ല. ഇത്രയും കസ്റ്റമേഴ്സ് അവിടെ കൊണ്ടുവന്ന് ഈ ഉരുപ്പടികൾ പണയം വെക്കുന്ന അവനെ വിശ്വസിച്ചിട്ടാണ്. അയാള് ഈ സ്വർണത്തിന്റെ റെസിപ്റ്റ് നഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ ആ നഷ്ടപ്പെട്ട തീയതിയിൽ പോയി പോസ്റ്റ് ഓഫീസിൽ പോയി സീലടിച്ച് കയ്യിൽ വാങ്ങിച്ച് ഒരു രേഖ കയ്യിൽ വെച്ചിട്ട്, അത് ലേലം പിടിച്ചതായിട്ടല്ല, പലിശ അടയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നോട്ടീസ്, ഒരു ഇമെയിൽ ഇല്ലന്റ് അയച്ചതായിട്ടാണ് ഒരു രേഖ അയാൾ കയ്യിൽ വെച്ചേക്കുന്നത്. തൂക്കം കറക്റ്റ് ആണ്, തുകയും കറക്റ്റ് ആയിരുന്നു. 2022 എഴുതി തന്നത്. പലിശ ഇരട്ടി തുകയാണ് നമുക്ക് എഴുതി തന്നത്. റെസിപ്റ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം പലിശ ഇരട്ടി തുകയാണ് എഴുതി തന്നത്. അത് കഴിഞ്ഞ് 2022 പലിശയും കാര്യങ്ങളൊക്കെ അടച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പലിശ അടയ്ക്കുന്നത് 2023 2023 എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് കുറച്ച് 12,000 രൂപ, 6,000 രൂപ, 7,000 രൂപയൊക്കെ അങ്ങനെ നമ്മൾ അടച്ചിട്ടുണ്ട്. കുഞ്ഞു പലിശകൾ നമ്മളിപ്പോൾ ഇടയ്ക്ക് നമ്മൾ എടുക്കുന്നുണ്ട്. ഓരോ കുഞ്ഞ് എന്തെങ്കിലും ഒരു സ്റ്റഡോ അല്ലെങ്കിൽ ഒരു റിങ്ങോ എന്തെങ്കിലും നമ്മൾ ഒരുമിച്ച് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നമസ്കാരം. നമ്മളൊക്കെ പലപ്പോഴും സ്വർണം പണയം വെക്കുന്നത് പതിവാണ്. എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ സ്വർണം പണയം വെക്കുന്നത് പതിവാണ്. പക്ഷേ അതിന് പിറകിൽ ഒരുപാട് കള്ളത്തരങ്ങൾ, ചതികളൊക്കെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് വാർത്തകളും കാണാറുണ്ട്. ഇന്നിപ്പോ അതിന്റെ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു ഉദാഹരണം എന്നുള്ള രീതിയിലാണ് നമ്മളോടൊപ്പം ചേരുന്ന സീരിയൽ ആർട്ടിസ്റ്റ് ആണ് ആമി, അല്ലെ? 35 പവൻ ഇത്തരത്തിൽ പണയം വെച്ചത് കൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുന്നു. എന്താണ് ശരിക്കും സംഭവിച്ചത്? 35 പവന്റെ ഉരുപ്പടി ഞങ്ങൾ ഒരുമിച്ചല്ല പണയം വെച്ചത്. ഓരോ വർഷങ്ങളിലും ഓരോ മാസങ്ങളിലുമായിട്ടാണ് പണയം വെച്ചത്. ഈ പണയം വെച്ച ഉരുപ്പടികളിലെല്ലാം നമ്മൾ കറക്റ്റ് പലിശയും തുകയും എന്ന് വെച്ചാൽ 6 മാസം, ചിലപ്പോൾ 1 വർഷം. അയാള് നമുക്ക് ഇതുവരെ നോട്ടീസോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ അയക്കാറില്ല. നമ്മളെ വീടിന്റെ തൊട്ട് അടുത്തായിട്ടാണ് ഈ കട. അപ്പൊ നമ്മൾ എപ്പോഴും പോവുകയും വരെയും, റിയ ഫിനാൻസ് ആണ്, പ്രൈവറ്റ് സ്ഥാപനമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ആ കടയിൽ ഓരോ ആവശ്യങ്ങളായിട്ട് പോവുകയും പണയം വെക്കുകയും എടുക്കുകയും പലിശ അടയ്ക്കുകയും ഇങ്ങനെ 2024 ജനുവരി മാസം വരെ നമുക്ക് ആ കടയുമായിട്ട് ഇടപാടുകൾ നടത്തി പോകുന്നതാണ്. ഇതിനിടയ്ക്ക് 2022 ഈ സംഭവം നമ്മൾ പ്രശ്നങ്ങളാവാൻ കാരണം ഇയാൾ ഇതിപ്പോ ചെയ്യാനുള്ള ഒരു ധൈര്യം കാട്ടിയതെന്ന് വെച്ചാൽ 2022 ഞങ്ങള് റെസിപ്റ്റ് നഷ്ടപ്പെട്ടു പോയി. അത് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വെച്ച് കുറച്ച് റെസിപ്റ്റ് നഷ്ടപ്പെട്ടു. അവിടെ ഒരു മോഷണം നടന്നു. അതിന്റെ ഭാഗമായിട്ട് മൊബൈലും മോഷണം പോയി. കുറച്ച് വീട്ടു സാധനങ്ങളും എല്ലാം പോയി, അലമാര അങ്ങനെയെല്ലാം പോയ കൊടുത്തിട്ട് അത് നമ്മൾ ഈ മൊബൈലും വീട്ടു സാധനങ്ങളും പോയതിന്റെ കേസ് നമ്മളോട് കൊടുത്തിട്ടുണ്ട്. നെടുമങ്ങാട് സ്റ്റേഷനിൽ കിടപ്പുണ്ട് ഇപ്പോഴും. ഈ ഒരു ധൈര്യമാണ് ഇയാൾക്ക്. ഈ 2024 ഇയാൾ ഉരുപ്പടി വിറ്റു എന്ന് അയാൾ വക്കീല് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമുക്കറിയാവൂ. 2024 എന്റെ അടുത്ത് പറഞ്ഞത്, മെയ് മാസത്തിലാണ് എന്റെ അടുത്ത് പറയുന്നത് ഉരുപ്പടി വിറ്റു എന്ന്. അപ്പൊ ആ സമയത്താണ് ഉരുപ്പടിക്ക് നല്ല വില കൂടി നിന്നത്. 2022 വരെ ഞങ്ങൾ ഇയാളുമായിട്ട് ഒരു സംസാര വിഷയമോ കാര്യങ്ങളോ ഒന്നുമില്ല. പലിശ പറയുന്ന സമയത്ത് ഇയാൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരുമിച്ചാണ് ഇയാൾ പലിശ എഴുതി തരുന്നത്. ഒരുമിച്ചിട്ട് എഴുതരുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് 32,000 എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു തുക കൊണ്ടുവന്ന് നമ്മൾ അവിടെ അടയ്ക്കും. അല്ലെങ്കിൽ ഒരു 25 രൂപ പറഞ്ഞാൽ അങ്ങനെ അടയ്ക്കും. 12 ഈ 2000 തൊട്ട് 2023 വരെയും ഇയാള് ചിലപ്പോൾ 10,000 രൂപ പറയും, ഇത്ര മാസത്തേക്ക് ഇത്ര രൂപ, ചിലപ്പോൾ 12,000 പറയും. അതെല്ലാം നമ്മൾ അടച്ചടച്ച് ഒരു സംസാര വിഷയം ഇല്ലാതെ വന്നു. 2022 ഈ റെസിപ്റ്റുകൾ നഷ്ടപ്പെട്ട സമയത്ത് ഞാൻ ഇയാളെ അറിയിച്ചു, ചേട്ടാ ഇതുപോലെ റെസിപ്റ്റ് എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഇന്നതുപോലെയാണ് ഒരു മോഷണം നടന്നു, ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ ബോണ്ട് എഴുതി കൊടുത്തു. ഇയാളെ റെസിപ്റ്റ് എഴുതിയിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉരുപ്പടിയുടെ റെസിപ്റ്റ് നഷ്ടപ്പെട്ടു പോയ ബോണ്ട് എഴുതി തരിക എന്നാണ് ഒരു നിയമം ഉള്ളത്. അപ്പൊ അതനുസരിച്ച് 2024 ജനുവരി അടുപ്പിച്ച് ഞാൻ അത് എഴുതി കൊടുക്കുകയും ചെയ്തു. താങ്കൾ തന്നെ പറഞ്ഞു ഈ റെസിപ്റ്റ് കാണാതായെന്ന് അവരുടെ അറിയിച്ചു. ഞാനാണ് അയാളുടെ പോയി പറയുന്നത് റെസിപ്റ്റ് എല്ലാം നഷ്ടപ്പെട്ടു പോയി, അപ്പൊ ഇതുവരെയുള്ള പലിശ എഴുതി തരാൻ പറഞ്ഞു. 2022 പറയുന്നത്. അയാള് 2022 തൂക്കം കറക്റ്റ് ആണ്, തുകയും കറക്റ്റ് ആയിരുന്നു. 2022 എഴുതി തന്നത്. പലിശ ഇരട്ടി തുകയാണ് നമുക്ക് എഴുതി തന്നത്. റെസിപ്റ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം പലിശ ഇരട്ടി തുകയാണ് എഴുതി തന്നത്. അത് കഴിഞ്ഞ് 2022 പലിശയും കാര്യങ്ങളൊക്കെ അടച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പലിശ അടയ്ക്കുന്നത് 2023 2023 എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് കുറച്ച് 12,000 രൂപ, 6,000 രൂപ, 7,000 രൂപയൊക്കെ അങ്ങനെ നമ്മൾ അടച്ചിട്ടുണ്ട്. കുഞ്ഞു പലിശകൾ നമ്മളിപ്പോൾ ഇടയ്ക്ക് നമ്മൾ എടുക്കുന്നുണ്ട്. ഓരോ കുഞ്ഞ് എന്തെങ്കിലും ഒരു സ്റ്റഡോ അല്ലെങ്കിൽ ഒരു റിങ്ങോ എന്തെങ്കിലും നമ്മൾ ഒരുമിച്ച് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അതിന്റെ പലിശ നമ്മൾ അടയ്ക്കുമ്പോൾ, പക്ഷെ ഇയാളത് പുതുക്കി നമുക്ക് ഇന്ന് വരെ തന്നിട്ടില്ല. നമ്മൾ പലിശ അടയ്ക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പകുതി ഉരുപ്പടി അവിടെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇനി ഇതിന്റെ ബാലൻസ് ഇത്ര അടച്ചാൽ മതി എന്ന് വെച്ചിട്ട് നമുക്ക് ഒരു ഉരുപ്പടിക്കും അങ്ങനെ ഒരു സംഭവം തന്നിട്ടില്ല. ഈ 2023 ഞങ്ങൾ പോയിട്ട് വീണ്ടും ഞാൻ ഉരുപ്പടി 20 തൊട്ടേ ഈ ഉരുപ്പടി ഞാൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇരട്ടി പലിശ എന്ന് വെച്ചാൽ ഉരുപ്പടിയുടെ ഏകദേശം ഇപ്പോഴത്തെ തുക, ഇപ്പോഴും ഉരുപ്പടിക്ക് സ്വർണത്തിന് എങ്ങനെയാണ് വില, അതേ വിലയാണ് ഇയാൾ അന്ന്
ഈ പലിശയായിട്ട് എഴുതി തരുന്നത്. അപ്പൊ നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത സാഹചര്യം. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഉരുപ്പടി എടുക്കാതിരിക്കാനുള്ള വഴികളാണ് ഈ തുക കൂട്ടി കൂട്ടി എഴുതി തന്നുകൊണ്ടിരിക്കുന്നതെന്ന്. 2023 പലിശ അടയ്ക്കാൻ പോയപ്പോൾ 2023 പോയപ്പോഴാണ് ഈ 23 23 പലിശയാണ് കൂട്ടി 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 എഴുതി തന്നുകൊണ്ടിരുന്നത്. തുകയും തൂക്കമൊന്നും വലിയ പ്രശ്നമില്ലാതെ പോയി. ഈ 2024 ജനുവരി അടുപ്പിച്ചാണ് ഞാൻ ആ കടയിൽ ചെന്നപ്പോൾ 32,000 രൂപയുടെ മാല 37,000, 5,000 രൂപയുടെ മാല 10,000, പിന്നെ 4,000 രൂപയ്ക്ക് വെച്ചത് 8,500. അങ്ങനെ അതെല്ലാം പോട്ടെ, ഈ 5 പവന്റെ മാല 1 ഗ്രാം, 4 പവന്റെ കൊലുസ് 1 ഗ്രാം, 1/2 പവന്റെ ബ്രേസ്ലെറ്റ് 1 ഗ്രാം, എന്ന് വെച്ചാൽ ഫുള്ള് ഉരുപ്പടി 1 ഗ്രാം, എല്ലാം ഉരുപ്പടി 1 ഗ്രാം. ഇത് കണ്ടിട്ട് ഞാൻ ആദ്യം ഈ തൂക്കം ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ആദ്യം ഞാൻ 32,000 രൂപയുടെ മാല 37,000 എന്നുള്ള ഒരു തുക മാത്രമാണ് ഞാൻ ശ്രദ്ധിച്ചിട്ട് ഇയാൾ ഞാനോട് വൻ വിഷയങ്ങൾ ഉണ്ടാവുന്നു. അവിടെ വെച്ചിട്ട് ഞാൻ ലൈവ് ചെയ്യുന്നു, ഇന്നതുപോലെ സംഭവിച്ചിരിക്കുകയാണ്, ഇയാൾ കള്ളനാണ്, ഇതേപോലെ എൻ്റെ ഉരുപ്പടിയുടെ തൂക്കവും തുകയും എല്ലാം മാറ്റിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവർ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു അവിടെ നിന്നിട്ട്. അതിനുശേഷം മെയ് 21-ാം തീയതി ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. ഇതിനു മുമ്പ് തന്നെ പല ജുവലറിക്കാരെയും ഞാൻ കൊണ്ടുവന്ന് റെസിപ്റ്റ് കാണിച്ചു ഇതേപോലെ. അപ്പോഴവർ പറഞ്ഞത് ചതിയാണ്, ഇത് ഉരുപ്പടി തരാതിരിക്കാനുള്ള വഴികളാണ് ഇയാൾ നോക്കുന്നത്. കംപ്ലൈന്റ് കൊടുത്താൽ അവർ കമ്പ്യൂട്ടർ പരിശോധിക്കും, ഫയൽ പരിശോധിക്കും, നിനക്ക് നിന്റെ ഉരുപ്പടി തിരിച്ചെടുക്കാൻ പറ്റും. ഈ ജനുവരി തൊട്ട് മെയ് വരെയുള്ള പലിശയല്ലേ കൊടുക്കാനുള്ളൂ, അതൊരു വലിയ ഇതായിട്ടൊന്നും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. കംപ്ലൈന്റ് കൊടുത്തു. മെയ് 21-ാം തീയതി 2024 മെയ് 21-ാം തീയതി കംപ്ലൈന്റ് കൊടുത്തു. CI സാർ ഇയാളെ വിളിപ്പിച്ചിട്ട് ഇയാൾ വരില്ല. പിറ്റേ മാസം 6-ാം തീയതി വരെ എനിക്ക് റെസിപ്റ്റും തന്നിട്ടില്ല. നെറ്റില്ല എന്ന് പറഞ്ഞ് മുമ്പോട്ട് കൊണ്ടുപോയി. ഇയാൾ പിറ്റേ മാസം 6-ാം തീയതി വന്ന എൻ്റെ റെസിപ്റ്റാണ് എനിക്ക് കിട്ടിയത്. ഇയാൾ വന്നു, CI സാറ് ഞാൻ എന്തിനാണ് കംപ്ലൈന്റ് കൊടുത്തത്, 32,000 രൂപയുടെ ഉരുപ്പടി 37,000 ആക്കി, 4 പവന്റെ ഇതെല്ലാം 4, 5 പവന്റെ എല്ലാം 1 ഗ്രാം ആക്കിയത് കൊണ്ടാണ് ഞാൻ കൊടുത്തത്. സ്റ്റേഷനിൽ ചെന്നിട്ടാണ് ഇയാൾ പറയുന്നത് ഉരുപ്പടി ലേലം വിളിച്ചു. അപ്പം CI സാർ ചോദിച്ചു, ലേലം വിളിച്ചെന്റെ പേപ്പേഴ്സ് എടുക്കാൻ പറഞ്ഞു. ലേലം വിളിച്ചെന്റെ പേപ്പേഴ്സ് ഒന്നുമില്ല, ലേലം വിളിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം ലേലം വിളിക്കാനാണെങ്കിൽ നമ്മളെ വീട്ടിൽ തൊട്ടടുത്തിരിക്കുന്ന കടയാണ്. നോട്ടീസ് അയച്ചില്ലെങ്കിൽ പോലും നമ്മുടെ അടുത്ത് പറയാം, ഇതേപോലെ എന്തുകൊണ്ട് നിങ്ങൾ പലിശ അടയ്ക്കുന്നില്ല, എപ്പോഴും നമ്മൾ കാണാൻ എടുക്കുക. 2024 വരെ ഞാൻ അയാളെ കടയിൽ പോയി മാല എടുത്തിട്ടുണ്ടല്ലോ. അവസാനമായിട്ട് ഞാൻ അയാളെ കടയിൽ നിന്ന് മാല എടുക്കുന്നത് ഒരു 6.8 അങ്ങനെ എന്തോ ഒരു തൂക്കത്തിലുള്ള, അതെന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ആ മാല, എടുത്ത മാല ഫുള്ള് ഗൾഫ് സ്വർണ്ണോട് വെച്ചേക്കുന്നതിന്റെ ഒരു തെളിവാണ് ഞാൻ അവസാനമായിട്ട് എടുത്ത മാല. കുറച്ച് സ്വർണ്ണങ്ങൾ മാത്രമേ നമ്മൾ നാട്ടിൽ പെരേപ്പാടൻസിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സ്വർണ്ണോട് പെരേപ്പാടൻസിനെ വിളിച്ചവർ ചോദിക്കുക സംസാരിക്കുക ചെയ്ത് ക്ലിയർ ആണ്. നമ്മൾ അവിടെ നിന്നാണ് സ്വർണ്ണം എടുക്കുന്നതെന്നുള്ള കാര്യം പോലീസുകാർക്ക് മനസ്സിലായതാണ്. പിന്നെ ഈ ലാസ്റ്റായിട്ട് ഞാൻ ഒരു മാല എടുത്തേക്കുന്നത് 2024 അടുപ്പിച്ചാണ്, ജനുവരി മാസം, ആ മാസം അടുപ്പിച്ചാണ്. ഞാൻ അവിടെ വെച്ചിട്ട് ഒരു സെൽഫി എടുക്കുകയും ചെയ്തു. കാരണം തീയതി ഞാൻ അവസാനമായിട്ട് എടുത്ത തീയതി തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെൽഫി ഞാൻ ആ കടയ്ക്കകത്ത് വെച്ച് എടുക്കുകയും ചെയ്തു. അത് ഞാൻ ഫേസ്ബുക്കിലാണ് ഇട്ടേക്കുന്നത്. ഫേസ്ബുക്കിൽ തന്നെ അതുകൊണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഈ അതുവരെയുള്ള പലിശ ഞാൻ അടച്ചേക്കാണ്. അപ്പോൾ ഈ 2022 ഇത് നഷ്ടപ്പെട്ടെങ്കിലും 22, 23, 24 വരെയും ആ കടയിൽ ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഞാൻ അറിയാതെ എങ്ങനെ ഇയാൾ ഈ ഉരുപ്പടി ലേലം വിളിച്ചു. അപ്പൊ ഇയാളെ കയ്യിൽ വേറെ റെസിപ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ 2022 ഞാൻ ഈ പറയുന്ന ദിവസം, ചേട്ടാ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ റെസിപ്റ്റ് എല്ലാം നഷ്ടപ്പെട്ടു പോയി, പലിശ അടയ്ക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ തീയതി, ഞാൻ പറഞ്ഞിട്ട് പോയി ആ ഒരു തീയതി അടുപ്പിച്ചാണ് 9/2/2022 സീൽ അടിച്ചേക്കുന്നു. എന്ന് വെച്ചാൽ നമുക്ക് അയച്ചതായിട്ട്, പലിശ അടയ്ക്കാൻ വേണ്ടിയിട്ട് അയച്ചതായിട്ടാണ്. 10/2/2022 പിറ്റേന്ന് ഇത് ലേലം വിളിച്ചതായിട്ട് അയാൾ സ്വന്തമായിട്ട് പേനയിട്ട് തീയതി എഴുതി വെച്ചിട്ടുണ്ട്, പിറ്റേന്ന് തന്നെ. അപ്പോൾ ഇത് വെച്ചിട്ട് മനസ്സിലാക്കിക്കൊള്ളണം ഞാൻ പലിശ കറക്റ്റ് അടച്ചോണ്ടിരുന്നു എന്നുള്ളത്. കാരണം സീലടിച്ച കയ്യിൽ വാങ്ങിച്ചു വെച്ചു. എപ്പോഴെങ്കിലും ഇയാൾ ഉരുപ്പടി വിൽക്കാൻ അപ്പോൾ 22 തീരുമാനിച്ചു. നമ്മളെ ചതിക്കാൻ വേണ്ടിയിട്ട് 22 തന്നെ ഇയാൾ തീരുമാനം എടുത്തു എന്നുള്ള കാര്യം കറക്റ്റ് ഉള്ള കാര്യമാണ്. പിന്നെ ഇയാള് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയത് മൊത്തം വ്യാജ AC നമ്പറുകളാണ്. ഇതെല്ലാം ഉരുപ്പടിയുടെ ലിസ്റ്റുകളാണ്. ഇതെല്ലാം ഉരുപ്പടിയുടെ ലിസ്റ്റാണ്. എടുത്ത് കാണിച്ചു തരാം. ഇതിലിപ്പോ പരാതി കൊടുത്തപ്പോ എങ്ങനെയാണ് പോലീസിന്റെ ഭാഗത്ത് നല്ലൊരു നടപടി? പോലീസിന്റെ ഭാഗത്തെന്ന് പറഞ്ഞാൽ, പോലീസ് ഇപ്പോ ആ ഇലക്ഷൻ സമയത്തിരുന്ന CI സാറാണ് ഈ കേസ് അന്വേഷിച്ചത്. ആ സമയത്ത് അന്വേഷിച്ചത് ആ സാറാണ് ഇയാൾ ഒരു, ഞാൻ പറഞ്ഞല്ലോ, പോസ്റ്റ് ഓഫീസിൽ സീലടിച്ച ഒരു ഇത് കൊണ്ടുവന്ന് അതിന് ഫുള്ള് AC നമ്പർ ഉണ്ടായിരുന്നു, ഒരു 12 സെറ്റ് AC നമ്പർ. ആ AC നമ്പർ വിവരിച്ച് കൊണ്ടുവരാൻ പറഞ്ഞതാണ്. ഇത് ഇയാള് വിവരിച്ച് കൊണ്ടുവന്ന ഉരുപ്പടിയുടെ AC നമ്പറുകളാണിത്. ഇതുപോലത്തെ 2 സെറ്റ് ഉണ്ട്. ഇതില്
നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താ ഒരുമിച്ച് കൊലുസ്, മാല, റിങ്, പിന്നെ ഇയർ റിങ്, മോതിരം, ഇത്രയും സാധനം ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇയാൾ പലിശ അടയ്ക്കാത്തത് കൊണ്ടാണ് ലേലം വിളിച്ചു എന്നാണ് ഇയാൾ അവിടെ സ്റ്റേഷനിൽ പറഞ്ഞത്. പലിശ അടച്ചു എന്നതിന്റെ തെളിവാണ് ഇത്രയും സംഭവത്തിൽ നമ്മൾ ഉരുപ്പടി എടുത്തു എന്ന് പറഞ്ഞ് ഇയാൾ ഹാജരാക്കിയിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഉരുപ്പടി എടുത്തേക്കുന്ന റെസിപ്റ്റുകളാണ് ഇതൊക്കെ. കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്, കണ്ടോ? ഇതൊക്കെ നമ്മൾ എടുത്തേക്കുന്ന റെസിപ്റ്റുകളാണ്. അപ്പൊ ഇതില് 11,600 രൂപയ്ക്ക് നമ്മൾ കൊലുസ്, മാല, ഇയർ റിങ്, മോതിരം ഇത്രയും ഒരുമിച്ചാണ് നമ്മൾ വെച്ചേക്കുന്നത്. 2018 വെച്ചു. ഈ 2018 മുതൽ 2023 വരെ നമ്മൾ ഇയാളെ കടയിൽ പലിശ അടച്ച് വരുന്നുണ്ടെന്നുള്ള തെളിവാണിത്. നമ്മൾ പലിശ അടച്ചിട്ട് ഇതിൽ നിന്ന് ഒരു സ്റ്റഡും 2 ഇയർ റിങ്ങും മോതിരം ഒക്കെ നമ്മൾ പണയത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടാനുള്ള 4 പവന്റെ കൊലുസും 1 പവന്റെ മാല, മൊത്തം 5 പവന്റേതാണ് ആ ഒരു സെറ്റിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ളത്. അപ്പൊ ഈ പല ഉരുപ്പടികളിൽ നിന്ന് നമ്മൾ ഓരോ ചെറിയ ചെറിയ കുഞ്ഞു സംഭവങ്ങൾ, എന്റെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ ഇപ്പൊ 6,500 രൂപ കിട്ടിയ സമയത്താണ് ഓടിപ്പോയിട്ട് 11,600 രൂപയ്ക്ക് ഇരുന്നതെന്ന് 6,500 രൂപ അടച്ച് ഇത്രയും കുറച്ച് സാധനങ്ങൾ അതിൽ നിന്ന് എടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ പലിശ അടച്ചിട്ടില്ല എന്ന് അയാൾ പറയുന്നത് പച്ച കള്ളമാണ്. പലിശ അടച്ചതിന്റെ ഒരു റെസിപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് 2024 ജനുവരി മാസത്തില് പലിശ അടച്ച റെസിപ്റ്റ് ആണിത്. അതിന്റെ കോപ്പിയാണിത്. പലിശ അടച്ചതിന്റെ കോപ്പിയാണിത്. അത് പോയിട്ട് ഇപ്പൊ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇയാള് വ്യാജ രേഖകളാണ് അവിടെ ഹാജരാക്കിയെന്നുള്ള തെളിവെന്ന് വെച്ചാൽ നമ്മുടെ കയ്യില് ഒരു മാലയുടെ റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു പഴയ റെസിപ്റ്റ് ആണ് ഇത്. 32,000 രൂപയ്ക്ക് 2018 ഞാൻ വെച്ച മാലയാണ്. അതിന്റെ യഥാർത്ഥ AC നമ്പർ 10065 ആണ്. ഈ 10065 എന്നുള്ള ഒരു റെസിപ്റ്റ് നെടുമങ്ങാട് DYSP സാറിന്റെ അവിടെ നിന്ന് കേസ് അന്വേഷണത്തിന് ഇയാളെ കമ്പ്യൂട്ടർ പരിശോധിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു പ്രിന്റ് എന്റെ കയ്യിൽ തന്നു. ഇത് കമ്പ്യൂട്ടർ പ്രിന്റ് ആണ്, ഞങ്ങൾ അവിടുന്ന് എടുത്തോണ്ട് വന്ന പ്രിന്റ് ആണ് എന്ന് പറഞ്ഞ് കൊണ്ടുതന്ന പ്രിന്റ് ആണ്. ഇതില് AC നമ്പർ കറക്റ്റ് ആണ്, 10065. അത് തന്നെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയ റെസിപ്റ്റ്. അപ്പൊ ഇത് മാലയുടെ ആണെന്ന് മനസ്സിലായി. ഇതാണ് ഞാൻ ആദ്യമായിട്ട് കംപ്ലൈന്റ് കൊടുക്കുന്നത് ഈ മാലയ്ക്ക് വേണ്ടി. 32,000 രൂപയ്ക്ക് വെച്ച മാല 37,000. അതിന്റെ തുക തെറ്റാണ്. ഫോൺ നമ്പർ ഇപ്പോഴത്തെ ഫോൺ നമ്പറാണ് വെച്ചേക്കുന്നത്. നമ്മൾ അത് വെച്ച സമയത്ത് വെച്ച ഫോൺ നമ്പർ അല്ല. എന്തായാലും AC നമ്പർ കറക്റ്റ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് വിചാരിച്ചോളണം. ഇതില് AC നമ്പറിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ തെറ്റായിട്ട് അയാള് പോലീസിലെ പരാതി കൊടുത്തതിന് ശേഷം പുള്ളിയുടെ റെസ്പോൺസ് എങ്ങനെയാണ്? ഏതാണ്? പോലീസിൽ താങ്കൾ പരാതി കൊടുത്തതിന് ശേഷം ആളെന്തെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ? ഒരിക്കലും ഇല്ല. അയാള് നമ്മള് ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല. ഈ പ്രതി എന്ന് പറഞ്ഞ രാജേഷ് നമ്മൾ ഫോൺ വിളിച്ചാൽ പോലും ആ ഫോൺ എടുക്കായിട്ട് നമ്മളത് സംസാരിക്കില്ല. അയാള് സ്റ്റേഷനിൽ ഹാജരാക്കിയതാണ് 21.7 ഗ്രാമിലുള്ള മാല. ആ മാലയുടെ ഒറിജിനൽ നമ്പർ ഇവിടെ അയാൾ എഴുതിയിട്ട് വെട്ടിയിട്ടുണ്ട്. കണ്ടോ? ഒറിജിനൽ നമ്പർ എഴുതിയിട്ട് വെട്ടിയിട്ടുണ്ട്. എന്നിട്ട് വ്യാജ നമ്പറാണ് ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയ ആ വെട്ടിയ നമ്പറാണ് ഒറിജിനൽ നമ്പർ. അപ്പൊ എന്റെ അഭിപ്രായത്തില് ഇയാള് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചതെല്ലാം വ്യാജ നമ്പറുകളാണ്. AC നമ്പറായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നതെല്ലാം വ്യാജ നമ്പറുകളാണ്. ഒറിജിനൽ ഒരു മാല ഇപ്പൊ 2 റെസിപ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ 2 റെസിപ്റ്റിൽ ഒരു റെസിപ്റ്റിന്റെ AC നമ്പറും കൂടെ നമുക്ക് ഇനിയിപ്പോ തിരയാനുള്ളൂ. ഒരു സംഭവം തിരഞ്ഞപ്പോ ഇത് മാലയുടെ ആണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനിപ്പോ ഈ 1 വർഷം വരെ DGP ഓഫീസില്, SP ഓഫീസില്, കമ്മീഷണർ ഓഫീസിൽ വരെ പോയിട്ടുണ്ട്. അവിടെ കമ്മീഷണർ സിറ്റിയിലെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിവാക്കി. DGP ഓഫീസിലും SP ഓഫീസിലും ഈ 1 വർഷത്തില് ഞാനൊരു 24 മണിക്കൂറും ഞാൻ ഈ സ്റ്റേഷനുകളിൽ ഞാൻ ഇറങ്ങി കയറി 8 മണി വരെ, രാത്രി വരെയൊക്കെ ഞാൻ SP ഓഫീസിലും DGP ഓഫീസിലും ഈ നമ്മുടെ നെടുമങ്ങാട് DYSP ഓഫീസിലും വിവിധ സ്റ്റേഷനിലും ഈ 1 വർഷം ഒരു ദിവസം പോലും ഞാൻ ഒഴിയാതെ പോയിട്ടുണ്ട്. എല്ലാ സ്റ്റേഷനുകളിലും ഹാർഡ് ഡിസ്ക് എടുത്ത് ഇയാള് ഇപ്പൊ DYSP ഓഫീസിൽ നിന്ന് ഇപ്പോ പോലീസിനെ വിട്ട് അവിടെ കമ്പ്യൂട്ടർ പരിശോധിക്കാനും ഫയൽ പരിശോധിക്കാനും ആളെ വിട്ടപ്പോ അവർ പറഞ്ഞ കമ്പ്യൂട്ടർ ഫുള്ള് അയാൾ ഡിലീറ്റ് ചെയ്തു. കമ്പ്യൂട്ടർ ഫയലും നശിപ്പിച്ച് കഴിഞ്ഞു. ഇനി അതിന്റെ ഹാർഡ് ഡിസ്ക് എടുക്കുക എന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഹാർഡ് ഡിസ്ക് എടുക്കാൻ വിവിധ പോലീസുകാരോ നെടുമങ്ങാട് DYSPയോ ഒരു പോലീസുകാരും തയ്യാറല്ല. പിന്നെ ഒന്നാമത്തെ ഇയാൾക്ക് ഒരു പിടിപാടെന്ന് വെച്ചാൽ CPM പ്രവർത്തകനാണ് ഇയാള്. അപ്പൊ CPM പ്രവർത്തകനായതുകൊണ്ട് ഇയാൾക്ക് എല്ലാ സ്റ്റേഷനുകളിലും എന്താണ് ഇയാൾ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ പോണത്. ഇയാൾ കൊണ്ടുകൊടുക്കുന്ന കള്ള വ്യാജ കണക്കുകളും രേഖകളും എല്ലാം അതേപടി പോലീസ് വിശ്വസിക്കുകയാണ്. നമ്മൾ കൊടുക്കുന്ന രേഖകളോ കാര്യങ്ങളോ ഒന്നും അവര് കേൾക്കാനോ നോക്കാനോ ഒന്നും തയ്യാറല്ല.
ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന രേഖകളൊന്നും നോക്കാതെ രാജേഷ് കൊടുക്കാൻ എനിക്ക് 2 ലക്ഷം രൂപ തരാനുണ്ട് സാറേ എന്ന് പറഞ്ഞാൽ ആ പോലീസ് അത് അതേപടി വിശ്വസിക്കുകയാണ്. 2 ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുക്കാനുള്ള തത്രപ്പാടിലാണ് അവരിപ്പോ. എന്നിട്ടിപ്പോ എന്റെ അടുത്ത് ലാസ്റ്റ് ആയിട്ട് ഒരു കൂട്ടായ തീരുമാനം, ലാസ്റ്റായിട്ട് DYSPയും വിവിധ SI സാറും ഇവരെ കൂടിയുള്ള പോലീസുകാരോട് തീരുമാനിച്ചിരിക്കുന്നത് 3 പവന്റെ ഉരുപ്പടി എനിക്ക് ഫ്രീ ആയിട്ട് തരാം. അവസാനമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. DYSP ഓഫീസിൽ വെച്ചിട്ടാണ് ഈ സംഭവം പറയുന്നത്. 3 പവന്റെ ഉരുപ്പടി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരാം, നിങ്ങൾ ഫയലിൽ വന്ന് ഒപ്പുവെക്കണം. ഞാൻ പറഞ്ഞത് നടക്കില്ല, ഫയലിൽ ഒരു കാരണവശാലും ഞാൻ ഒപ്പിടില്ല. നിങ്ങൾ തരുന്ന ഇപ്പൊ 35 പവന്റെ ഉരുപ്പടി പണയം വെച്ചിട്ട് 3 പവന്റെ ഉരുപ്പടി തരാന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഒരിക്കലും അതിൽ ഒപ്പിടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരു 200 രൂപ പത്രത്തിലോ 500 രൂപ പത്രത്തിലോ ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം 3 പവന്റെ ഉരുപ്പടി ഞാൻ കൈപ്പറ്റിയതായിട്ട്. അതുപോലെ ഈ രാജേഷ്, റിയ ഫിനാൻസിലെ രാജേഷും എനിക്ക് ഇങ്ങോട്ടൊരു അഗ്രിമെന്റ് എഴുതി തരണം. 3 പവന്റെ ഉരുപ്പടിയാണ് എനിക്ക് തന്നിട്ടുള്ളൂ, 35 പവനിൽ 3 പവന്റെ ഉരുപ്പടി തന്നിട്ടുള്ളൂ എന്നൊരു അഗ്രിമെന്റ് നിങ്ങൾ എഴുതി തരണം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ ലൈവ് ഇടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഈ സംഭവം നടക്കുന്ന സമയത്ത് ലൈവ് ഇടും. അത് പറഞ്ഞപ്പോ അവർക്ക് ആർക്കും സമ്മതം അല്ല എന്നുള്ളതാണല്ലോ. ഇത്രയും നാൾ ഈ 1 വർഷമായിട്ട് യാതൊരു ഇതുമില്ല. ഹാർഡ് ഡിസ്ക് പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ SP-യുടെ കാല് പിടിച്ചു, DGPയുടെ കാല് പിടിച്ചു, ഇത്രയും വർഷം DYSPയുടെ കാല് പിടിച്ചു. അവരാരും ഹാർഡ് ഡിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഈ പോലീസുകാർ കൂട്ടെന്ന് പറയുന്നത് രാജേഷിന്റെ ഹാർഡ് ഡിസ്ക് എടുത്ത് റിയ ഫിനാൻസ് എന്ന് പറയുന്ന പ്രൈവറ്റ് സ്ഥാപനത്തിൽ അവന് അധികാരം ഇല്ല. ഇത്രയും കസ്റ്റമേഴ്സ് അവിടെ കൊണ്ടുവന്ന് ഈ ഉരുപ്പടികൾ പണയം വെക്കുന്ന അവനെ വിശ്വസിച്ചിട്ടാണ്. അയാള് ഈ സ്വർണത്തിന്റെ റെസിപ്റ്റ് നഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ ആ നഷ്ടപ്പെട്ട തീയതിയിൽ പോയി പോസ്റ്റ് ഓഫീസിൽ പോയി സീലടിച്ച് കയ്യിൽ വാങ്ങിച്ച് ഒരു രേഖ കയ്യിൽ വെച്ചിട്ട്, അത് ലേലം പിടിച്ചതായിട്ടല്ല, പലിശ അടയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നോട്ടീസ്, ഒരു ഇമെയിൽ ഇല്ലന്റ് അയച്ചതായിട്ടാണ് ഒരു രേഖ അയാൾ കയ്യിൽ വെച്ചേക്കുന്നത്. ഇത്രയും ആൾക്കാർ അവരെ വിശ്വസിച്ചിട്ടാണ് ഇത് പണയം വെക്കുന്നത്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന തെളിവുകളോ ഫയലിൽ കിടക്കുന്ന തെളിവുകളോ നശിപ്പിക്കാനുള്ള അധികാരം രാജേഷിനില്ല. അപ്പൊ ഇയാൾക്ക് ലൈസൻസ് കൊടുത്തത് ആരാണോ അവരത് റദ്ദാക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ലൈസൻസ് തിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ വീണ്ടും മറ്റുള്ള ആൾക്കാർക്ക് ഇയാളെ കൊണ്ടുള്ള ദ്രോഹങ്ങൾ ഉണ്ടാവാൻ വേണ്ടി വീണ്ടും ഈ സ്ഥാപനം, ഇപ്പൊ 3 സ്ഥാപനം കൂടുതലായിട്ടാണ് രാജേഷ് ഇട്ടേക്കുന്നത്. ഈ പ്രശ്നത്തിന് ശേഷം ഈ പാർട്ടി ഇടപാടിന് പാർട്ടി പിടിപാടുള്ളത് കൊണ്ട്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് അവന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു സംഭവം ഉള്ളത് കൊണ്ടുമാണ് രാജേഷ് 3 കട കൂടുതലായിട്ടിട്ടത്. ഇനിയും പുതിയ ആൾക്കാരെ പറ്റിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് രാജേഷ് ഇപ്പൊ. ഞാനിപ്പോ ലൈവ് 2-3 തവണ ഞാൻ വിതിരയിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ട്, ഞാൻ വീഡിയോസ് അല്ലാതെ ചെയ്തിട്ടിട്ടുണ്ട്. കാരണം ഞാൻ പറ്റിക്കപ്പെട്ടെന്ന് വെച്ചാൽ മുന്നേ പറ്റിക്കപ്പെട്ടവരാരും ഒരു വീഡിയോസോ ഒരു ചാനലിലോ ഒന്നും കൊടുത്തിട്ടില്ല. അയാൾ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേപോലത്തെ ഒരു ഉരുപ്പടിയുടെ കേസിൽ അയാൾ ജാമ്യത്തിൽ ഇറങ്ങിയെന്നൊക്കെ ഞങ്ങൾ ചെറുതായിട്ട് കേട്ടു 1 വർഷം മുന്നേ. സത്യമാണോ നമുക്കറിയില്ല. പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവരെ ഉരുപ്പടി ഇതുപോലെ നോട്ടീസ് അയച്ചു എന്ന് പറഞ്ഞു. നോട്ടീസ് അയച്ചിട്ടില്ല, അവരെ ഉരുപ്പടി പോയി. ഇതുപോലെ ഇയാളെടുത്ത് വിറ്റുപുട്ടടിച്ചു. അതുകൊണ്ട് ഇനിയെങ്കിലും ജനങ്ങൾ അറിഞ്ഞിട്ട് ഇയാളുടെ കയ്യിൽ ചെന്ന് ഈ ഉരുപ്പടികൾ കൊണ്ടുവന്ന്, പാവപ്പെട്ട ജനങ്ങളാണ്, നമ്മളെപ്പോലെ പാവപ്പെട്ട ജനങ്ങളാണ് കൊണ്ടുവന്ന് ഉരുപ്പടികൾ വെക്കുന്നത്. ഇപ്പൊ മീഡിയക്കാർ ഇയാളെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഈ റിയ ഫിനാൻസിലെ രാജേഷ് പറയുന്നത്, നിങ്ങൾ വിതുര സ്റ്റേഷനിൽ വിളിച്ച് ചോദിക്കേ, ഞാനെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്, അവരെന്റെ അടുത്ത് ഉരുപ്പടി കൊടുക്കാൻ പറഞ്ഞു, കണക്ക് എത്ര പവന്റെ ഉരുപ്പടി എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, എത്ര പവൻ വെച്ചിട്ടുണ്ട് അത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞിട്ടുണ്ട്? വിതുര സ്റ്റേഷനിലുള്ളവർ മേലുദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന മറുപടി എന്ന് വെച്ചാൽ തെളിവുകളില്ല എന്നാണ്. തെളിവുകളില്ല എന്ന് പറയുന്ന സത്യമാണ്. കാരണം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറും ഫയലും നശിപ്പിച്ചതിന് ശേഷം രാജേഷ് സ്വന്തമായിട്ട് വ്യാജ നമ്പറുകളാണ് അവിടെ കൊടുത്തേക്കുന്നത്, വ്യാജമായിട്ടുള്ള തെളിവുകളാണ് കൊടുത്തേക്കുന്നത്. വ്യാജ തെളിവാണ് അവിടെ വിതുര സ്റ്റേഷനിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ പോലീസുകാർക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പൊ ഞാൻ കാണുന്ന പോലെയാണല്ലോ അവരും കാണുന്നത്, വ്യാജ തെളിവുകളാണല്ലോ അവരും കാണുന്നത്. അപ്പൊ അവർക്ക് ഇപ്പൊ പറയാൻ പറ്റുമോ ഇതിപ്പോ കുറച്ച് അവര് അതുകൊണ്ട് ബുദ്ധിപൂർവ്വമായിരിക്കും ചിലപ്പോ പറയുന്നത് തെളിവില്ല എന്ന്. രാജേഷ് കൊണ്ടുവന്ന വ്യാജ തെളിവുകളാണ് ആണെന്നുള്ളത് ഇപ്പൊ നമുക്കൊരു പഴയ റെസിപ്റ്റ് കിട്ടിയതിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. ഞാൻ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇപ്പൊ 2-3 തവണ ഞാൻ സ്റ്റേഷനിൽ പോയപ്പോഴും അവിടെ സ്റ്റേഷനിൽ ആളില്ല. അത് കാരണമാണ് ഞാൻ ഇപ്പൊ തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് ഞാൻ CAക്ക് പരാതി കൊടുത്തു. CAക്ക് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. വ്യാജ തെളിവുകളാണ് ഇയാൾ സ്റ്റേഷനിൽ ഹാജരാക്കിയിരിക്കണേന്ന്. അപ്പൊ അവര് എന്നെ വിളിക്കുമ്പോൾ പോവാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ തെളിവുകൾ എന്നെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഹാർഡ് ഡിസ്ക് എടുത്ത് പരിശോധിക്കുക, ഇനി അതേ നിവർത്തിയുള്ളൂ. വേറെ യാതൊരു തെളിവും ഒരു വിധത്തിലും കിട്ടാനില്ല. രാജേഷിനൊപ്പം പോലീസ് നിൽക്കുന്നത് കൊണ്ടാവാം ചിലപ്പോൾ ഹാർഡ് ഡിസ്ക് എടുക്കാത്തത്. അല്ലെങ്കിൽ 2 പെൺമക്കളാണ്, ഒരു അമ്മ കിടപ്പിലാണ്, ഞാൻ ഒറ്റയ്ക്കുള്ള ഇതിന്റെ പുറകിൽ ഓടാന്. ഞാനിപ്പോ ഈ കുടലിന് പ്രശ്നവും ഒരു രോഗിയായിട്ടിരിക്കുകയാണ്. എനിക്ക് 2 ഓപ്പറേഷന്റെ
അവസ്ഥയിൽ ഞാൻ ഇരിക്കുകയാണ്. എനിക്ക് വക്കീലിനെ കാണാനോ കോടതിയിൽ പോവാനോ എനിക്ക് വേണ്ടി സംസാരിക്കാനോ ഒരു ദിവസമെങ്കിലും പോയി എനിക്ക് വേണ്ടി എവിടെയെങ്കിലും പോവാനോ ആരുമില്ല. എന്റെ ഈ കിടപ്പിലായ രോഗിയായ എന്റെ അമ്മയായിട്ട് ഒരു മിനിറ്റ് പോലും എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള എന്നെ കോടതി പോ എന്ന് പറയാം. ഇത്രയും തെളിവുകൾ നമ്മളവിടെ ഉരുപ്പടി വെച്ച് വന്നപ്പോ അയാള് ഈ രാജേഷ് എന്ന് പറഞ്ഞ വ്യക്തി നമ്മൾ ഉരുപ്പടി പണയം വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ലേലം വിളിച്ചു ഒന്ന് കള്ളം പറഞ്ഞു എന്നുള്ളത് പോലീസ് സ്റ്റേഷനിൽ തെളിഞ്ഞ കാര്യമാണ്. കാരണം ലേലം വിളിച്ച രേഖകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പലിശ അടച്ചു എന്നുള്ളതിന്റെ തെളിവ് നമ്മളവിടെ സ്റ്റേഷനിൽ കാണിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ അവർ ചെയ്യാനുള്ളത് ഇപ്പോ നമ്മൾ പണയം വെക്കുന്ന രേഖകൾ നശിപ്പിച്ച സ്ഥിതിക്ക് നശിപ്പിക്കാനുള്ള അധികാരം അയാൾക്കില്ല. ഫയലോ രേഖകളോ നശിപ്പിക്കാനുള്ള അധികാരമില്ല. നശിപ്പിച്ച സ്ഥിതിക്ക് അത് പോലീസുകാർ ഈ നിയമം നമ്മൾ അവിടെ കൊണ്ടുവന്ന് പോലീസിനെ വിശ്വസിച്ചിട്ടാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത്. അപ്പൊ അവർ എന്താണ് ചെയ്യേണ്ടത്? ഇത് സ്വന്തമായിട്ട് നശിപ്പിക്കാനുള്ള അധികാരം ഇല്ലാത്ത ഒരാൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഹാർഡ് ഡിസ്ക് പരിശോധിക്കുക. എന്തുകൊണ്ട് നശിപ്പിച്ചു എന്ന് പോലും ചോദിച്ചിട്ടില്ല. എന്തായാലും ഈ പറയുന്നത് പോലെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. പോലീസ് സംവിധാനങ്ങളെ അടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു സത്യാവസ്ഥ, അതായത് തെളിവ് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്താണ് എന്നതടക്കം പുറത്തു വരേണ്ടതുണ്ട്. അധികാരികളുടെ കണ്ണിലേക്ക് മുൻപിലേക്ക് ഈ ഒരു വിഷയം എത്രയും പെട്ടെന്ന് തന്നെ എത്തേണ്ടതുണ്ട്.